عن عائشة رضي الله عنها قالت جاء عجوز إلى النبي صلى الله عليه وسلم وهو عندي. عائشة ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു വൃദ്ധയായ സഹോദരി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നുണ്ടായിരുന്നത്. فقال لها رسول الله صلى الله عليه وسلم من أنت. കയറി വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ ഒരു പരിചയമുള്ള പോലെ, നിങ്ങൾ ആരാണ് എന്നൊരു ചോദ്യം. قالت أنا جسامة المزنية. ഞാൻ മുസനക്കാരിയായ ജസ്സാമയാണ് എന്ന് പറഞ്ഞു. ജസ്സാമ എന്ന് പറഞ്ഞാൽ മടിയുള്ളവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ അന്തി ഹസ്സാനത്തുൽ മുസനിയ. ജസ്സാമ എന്ന് പറയല്ല, ഹസ്സാന നല്ലവൾ എന്ന് പറയാം എന്ന് പേര് മാറ്റി തിരുത്തി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. മോശമായ അർത്ഥമുള്ള പേരുകളൊക്കെ വരുന്ന സമയത്ത് നബി തങ്ങൾ നേരെ തിരിച്ച് നല്ല പേരിട്ട് കൊടുക്കും. അങ്ങനെ നല്ല പേരാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഹസ്സാനത്തുൽ മുസനിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻ പരിചയത്തോടുകൂടെയുള്ള പെരുമാറ്റം ആ ഉമ്മയോട്, കൈഫ അൻതും, എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിശേഷം, കൈഫ ഹാലുക്കും, നിങ്ങളുടെ അവസ്ഥകളൊക്കെ ഇപ്പം എന്താ, കൈഫ കുന്തും ബഅദന, ഞങ്ങൾ മക്കയിൽ നിന്ന് പോരുന്നതിന് ശേഷം എന്തൊക്കെയാണ് അവിടെയുള്ള ഹാലുകൾ, അവസ്ഥകൾ, ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ. ഇതങ്ങൾ വല്ലാതെ വാചാലമായ ഉമ്മയോട് സംസാരിക്കാൻ. قالت أبا ഉമ്മ പറഞ്ഞു, ബിഖൈരിൻ ബിഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ വലിയ റാഹത്തിലാണ്, സന്തോഷത്തിലാണ്, നല്ല അഭിവൃദ്ധിയിലാണ്, ഞങ്ങൾ എല്ലാ ഖൈറിലായി അങ്ങനെ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മക്ക് നല്ല പാരിതോഷികങ്ങളൊക്കെ നൽകിയെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അങ്ങനെ അവരെ പറഞ്ഞയച്ചു. ഫലമ്മ ഖറജത്, അവർ പോയപ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ, ഖുൽതു, ആയിഷ ബീവി പറയാ, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് തുഖ്ബിലു അലാ ഹാദിഹിൽ അജൂദി ഹാദൽ ഇഖ്ബാൽ. ഈ വന്ന ഉമ്മക്ക് വലിയൊരു സ്വീകരണമല്ല നിങ്ങൾ ഒരുക്കിയത്, മറ്റാർക്കും കൊടുക്കാത്തൊരു പരിഗണന, ഒരു ചേർത്ത് പിടിക്കൽ, ഒരു പാരിതോഷികമൊക്കെ കൊടുത്ത് പറഞ്ഞേക്കൽ, എന്തൊരു പ്രത്യേകമായ രീതിയിൽ ആ ഉമ്മയോട് അങ്ങ് പെരുമാറാനുള്ള കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഖാൽ യാ ആയിഷ, ഓ ആയിഷ, ഇന്നഹാ കാനത്ത് തഅതീന സമാന ഖദീജ. ഖദീജ ബീവിയുടെ കാലത്ത് ഈ ഉമ്മ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞല്ലോ ഇപ്പൊ, അതുകൊണ്ട് രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പേര് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖദീജ ബീവിയുടെ കാലത്ത് വന്നിട്ട് ഞാൻ കുറേ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്ന ഉമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉമ്മക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുത്തത്, അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചത്. വഇന്ന ഹുസ്നൽ അഹ്ദി, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ്, വഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ. ഇല്ലായ്മയുടെ കാലത്ത് നമ്മെ സഹായിച്ചവർ, നമ്മെ ചേർത്ത് പിടിച്ചവർ, സ്നേഹിച്ചവർ, നമുക്ക് പലതും ചെയ്തു തന്നവർ, അവരെ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ചേർത്ത് പിടിക്കുക, അവരിലേക്ക് നന്മ ചെയ്യുക എന്നത് ഈമാനിൽ പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. പണ്ട് നമ്മളൊന്നും അല്ലാത്ത കാലത്ത് നമ്മളെ വിസ എടുത്തിട്ട് ചിലപ്പോൾ ഗൾഫിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഗൾഫൊക്കെ കണ്ട് ആ വിസയിലല്ല പിന്നെ നമ്മള് പച്ച പിടിച്ചത്. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ വന്ന് പിന്നെ കുറെ കാലം കഴിഞ്ഞ് നാട്ടിലൊക്കെ കറങ്ങി തിരിഞ്ഞ് പിന്നെ രണ്ടാമത് പോയപ്പോഴാണ് നമ്മൾ പച്ച പിടിച്ച് ഉഷാറായത്. പക്ഷെ ആദ്യം കൊണ്ടുപോയ ആളാണ് നമുക്ക് ഗൾഫ് കാണിച്ചു തന്നത്. ആ ഗൾഫ് കണ്ടതുകൊണ്ടാണ് അവിടുത്തെ സാഹചര്യമൊക്കെ മനസ്സിലായത്. അതിന് യോജിച്ച വിസ നമ്മൾ അന്വേഷിച്ചത്. അങ്ങനെ കൊണ്ടുപോയ ആള് പിന്നീട് നമ്മൾ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ നല്ല ഉഷാറായി നല്ല നിലയിലൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ നല്ല പരിഗണന കൊടുക്കണം. പിന്നെ അദ്ദേഹമാണ് ഒന്നുമല്ലാത്ത കാലത്ത് സഹായിച്ചവിടെ കൊണ്ടുപോയത് എന്നുള്ളൊരു ബോധം നമ്മളെ സൗഹൃദ വലയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അതെത്ര നമ്മൾ പരിഗണിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ നമ്മളൊരു കട തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഇല്ലാത്ത സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ചവരുണ്ടോ, അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ ഭാഗമാണ്. ഒന്നുമല്ലാത്ത കാലത്ത്, നമുക്കുള്ള ഇല്ലായ്മയുടെ കാലത്ത്
ഒന്നും നമുക്ക് ഇല്ലാതെ നമ്മൾ ഫഖറിലും ദാരിദ്ര്യത്തിലുമായ സമയത്ത് നമ്മെ ചേർത്ത് പിടിക്കുകയും നമ്മളെ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തവരുണ്ടാവും. അവരെ നമുക്കുണ്ടാകുന്ന സമയത്ത് ചേർത്ത് പിടിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹു ഇത് ശ്രദ്ധിക്കാൻ, ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞു കേട്ടത് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മിസ്ലി സ്വഭാവം ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട പലരും ആറടി മണ്ണിൽ കിടക്കുകയാണ്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ റബ്ബേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനേ, ഞങ്ങളുടെ ജീവിതം നല്ല റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ഒരുപാട് രോഗികളുടെ ശിഫ നൽകണേ റഹ്മാനെ. ജമാഅത്തിനൊക്കെ വരുന്ന പലരും ഹോസ്പിറ്റലിൽ അടക്കം അഡ്മിറ്റാണ്. അല്ലാഹു ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. താമായ ശിഫാ നൽകണേ അല്ലാഹ്. കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ജമാഅത്തിന് ഇവിടെ വന്ന് ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്നവർക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല റാഹത്ത് നൽകണേ അല്ലാഹ്. നല്ല സന്തോഷം ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. നമ്മളെ കടങ്ങളൊക്കെ വിട്ടാനുള്ള മാർഗം നീ കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവിന്റെ ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദറുകളായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ ഞങ്ങളുടെ ദുആ സ്വീകരിച്ചത് തട്ടിക്കളയണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദനാ മുഹമ്മദ് വ ആലിഹി. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.